ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആർക്കും വേണമെങ്കിലും ചെയ്യാം, തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പാൻ ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടായി വന്ന പാനിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നതിന് ശേഷം വേണം നമ്മളത് ഇളക്കി മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. അല്ലാതെ ആദ്യം തന്നെ പഞ്ചസാര ഇളക്കി കൊടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ പിന്നെ അത് മെൽറ്റായി വരില്ല. അപ്പോൾ മെൽറ്റായി വന്ന ആ ക്യാരമലിലേക്ക് നല്ല തിളച്ച വെള്ളം, അരക്കപ്പ് വെള്ളം തന്നെ അളന്ന് തിളപ്പിച്ചിട്ട് അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിങ്ങനെ നന്നായി പുകഞ്ഞ പോലെ ഇങ്ങനെ വരും, പേടിക്കൊന്നും വേണ്ട. കുറേശ്ശെ വെള്ളം ഒഴിക്കണം. എല്ലാം കൂടെ ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ പൊള്ളാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കുറച്ച് ആദ്യം ഒഴിച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുക, പിന്നെ കുറച്ച് ഒഴിക്കുക, അങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. മെല്ലെ ഇളക്കുക. കട്ട പോലെ പിടിക്കും, പക്ഷെ അത് തിളച്ച് വരുമ്പോൾ നോർമലായിട്ട് വരും. എന്നിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് മൈദ 250 ml വരുന്ന കപ്പിൻ്റെ അളവാണ് പറയുന്നത് കേട്ടോ. അതിൽ 1.5 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ സിനമൺ പൗഡർ, പട്ട പൊടിച്ചതിൻ്റെ പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ആവുന്ന പോലെ തന്നെ മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ആ സെയിം 250ൻ്റെ കപ്പിൽ 1 കപ്പ് ക്യാരറ്റും 1/4 കപ്പോളം വരും ഡേറ്റ്സ്. അത് കുരുള്ള ഡേറ്റ്സാണ് എടുത്തിട്ടുള്ളത്. അത് കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. പിന്നെ വേറൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 3 എഗ്ഗ്, അത്യാവശ്യം സൈസുള്ള എഗ്ഗ്, 3 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ബീറ്ററില്ലാത്തവർ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടായാലും ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് ബീറ്റർ അല്ല, നമ്മുടെ വിസ്ക് വെച്ചിട്ട് ചെയ്താലും മതി. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യുന്നത്. ഞാൻ സാധാരണ സ്റ്റാൻഡ് മിക്സറിലാണ് കേക്കൊക്കെ ചെയ്യൽ. അത് റെസിപ്പി ആയ കാരണം ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും ചെയ്യാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എഗ്ഗ് ഒന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യുക. അതൊന്ന് പതഞ്ഞ് വരുമ്പോൾ ഒരു 1/2 കപ്പും കുറച്ചും കൂടെ ഷുഗർ, 1/2 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ ഷുഗർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പൊടിച്ചിട്ടൊന്നുമില്ല, പൊടിക്കാത്ത ഷുഗർ തന്നെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്പീഡിലാണ് ബീറ്റർ കറങ്ങണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്പീഡിൽ തന്നെ ആദ്യം അത് ബീറ്റ് ചെയ്യുക കുറച്ച് നേരം. അപ്പോൾ പഞ്ചസാര ഇങ്ങനെ അലിഞ്ഞ് വരുന്നത് നമുക്ക് മനസ്സിലാവും. ആദ്യം ഇടുമ്പോഴുള്ള ശബ്ദവും കുറച്ച് നേരം കഴിയുമ്പോഴുള്ള ശബ്ദവും കേൾക്കുമ്പോൾ മനസ്സിലാവും. ഒരു പ്രത്യേക സൗണ്ട്, അതിങ്ങനെ മാറി വരുമ്പോൾ മനസ്സിലാവും പഞ്ചസാര അലിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ സ്പീഡ് മെല്ലെ കൂട്ടുക. അതിനനുസരിച്ച് പഞ്ചസാര ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിങ്ങനെ ആകിട്ട് കുത്തി ഇളക്കി മറിച്ച് ഇതാക്കരുത്. ഒരേ ഡയറക്ഷനിൽ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് എഗ്ഗ് വരും. ആ ബീറ്ററിൻ്റെ കളറും എഗ്ഗും ഒരേ സൈസിലേക്കൊക്കെ വരുന്ന പോലെ കളർ മാറും. ഇപ്പോൾ നമ്മൾ 3ലേക്കാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ബീറ്ററാണിത്. അപ്പോൾ നിങ്ങൾ വിസ്ക് വെച്ച് ചെയ്യുമ്പോഴും അത്യാവശ്യം സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇത്രയ്ക്കൊന്നും ആവില്ല, എന്നാലും പരമാവധി ബീറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ലാസ്റ്റ് സ്പീഡിലേക്ക് മാറ്റിയിട്ടോ. അപ്പോൾ എഗ്ഗിൻ്റെ ഒപ്പം വാനില എസൻസ് ഒഴിക്കാൻ മറക്കരുത്, ഞാൻ പറയാൻ നേരത്തെ വിട്ടുപോയി. വാനില എസൻസും എഗ്ഗും ഷുഗറും കൂടിയിട്ടാണ് ഇപ്പോൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ 1/2 കപ്പ് ഓയിൽ ചേർക്കണം. ഓയിൽ ചേർക്കുന്ന വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ. അപ്പം ഓയിൽ മറക്കാതെ ചേർക്കണം, സ്കിപ്പ് ചെയ്യരുത്. 1/2 കപ്പ് ഓയിൽ തന്നെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ, മണമൊന്നുമില്ലാത്ത ഏത് ഓയിൽ വേണേലും യൂസ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ടൈമിലാണ് ഓയിൽ ചേർക്കേണ്ടത്, അല്ലാതെ ഓയിൽ ചേർത്തിട്ട് പിന്നെ അധികം ബീറ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കഴിഞ്ഞത് നമുക്ക് ശരിക്കും മനസ്സിലാവും. കാരണം പിന്നെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പഞ്ചസാരയുടെ തരിയിൽ ബീറ്ററിൻ്റെ ബ്ലേഡ് കിടന്ന് ഓടുന്ന ശബ്ദം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആ വ്യത്യാസം മനസ്സിലാവും കേട്ടോ. അപ്പോൾ എഗ്ഗ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്. അതിലിങ്ങനെ ലെയേഴ്സ് ഫോം ചെയ്യും നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ, ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്യുമ്പോൾ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ടെന്ന്. അല്ലാതെ ഇടയ്ക്ക് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എഗ്ഗിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ബീറ്റ് ആവണം, പഞ്ചസാര അലിയാണ്ടൊക്കെ താഴെ കിടക്കും. അങ്ങനെയാണ് കേക്കിൻ്റെ അടിഭാഗം ചിലപ്പോൾ കല്ലായിട്ട് ഇങ്ങനെ കല്ലിച്ച് പോവുക, അതുപോലെ കേക്ക് പൊന്തി വരാതിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ലാസ്റ്റ് കിട്ടുക നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലോർ ഉണ്ടല്ലോ അത് അരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് അരിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, പക്ഷേ ഇങ്ങനെ ചെയ്യണതാണ് ഒന്നും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഫ്ലോർ ഇങ്ങനെ ഒന്നിച്ച് കട്ട പിടിച്ച് വീഴാതെ പല പല സ്ഥലത്തേക്കായിട്ട് അരിപ്പയിൽ കൂടെ വീഴുന്ന പോലെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് തന്നെ നമ്മളുടെ എഗ്ഗിൻ്റെ മിക്സിലേക്ക് വീഴും. അപ്പോൾ ബീറ്റർ ഓൺ ചെയ്യാതെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇളക്കുന്നത്. അതിങ്ങനെ ബീറ്റർ ഓൺ ചെയ്യാണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈവച്ച് കറക്കി കഴിഞ്ഞാൽ അത് മിക്സ് ആവും. ബീറ്റർ ഓൺ ചെയ്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യം ഫ്ലോർ ഇടുമ്പോൾ ഇല്ല. അപ്പോൾ മെല്ലെ മെല്ലെ ആ ഫ്ലോറ് ബാച്ചുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ക്യാരമൽ ഉണ്ടല്ലോ അത് എപ്പോഴേക്കൊക്കെ തണുത്തിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് ഇതിൻ്റെ അടുത്ത് വെക്കുക കേട്ടോ. അത് ക്യാരമലായി കഴിഞ്ഞിട്ട് അളന്ന് കഴിഞ്ഞാലും ഒരു അരക്കപ്പ് തന്നെ ഉണ്ടാവുള്ളൂ. അരക്കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടെ കുറച്ചും കൂടെ കിട്ടും, അത്രേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ക്യാരമൽ റെഡി ആക്കിയിട്ട് നമ്മുടെ അടുത്ത് തന്നെ വെക്കുക. അപ്പോൾ ഇതിങ്ങനെ ബീറ്റർ ഓൺ ചെയ്യാതെ മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിസ്ക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വെച്ചിട്ട് ഈ ടൈമിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ആ ക്യാരമൽ കുറേശ്ശെ ആയിട്ട് ഈ മിക്സിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക, ഫ്ലോർ ഇടുക, അങ്ങനെ മിക്സ് ചെയ്യുക. ക്യാരമൽ ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 1 എന്നുള്ള സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. കാരണം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് കറക്കുക എന്ന് പറയില്ലേ, ആ ഒരു രീതിക്ക് മാത്രം ഒന്ന് കറക്കുക, നിർത്തുക. പിന്നെ വീണ്ടും ഫ്ലോർ അതിലേക്ക് ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക. അപ്പോൾ ഫ്ലോർ ഒന്നിച്ചിടരുത്, ബാച്ചുകളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണം കേട്ടോ. ഒന്നിച്ച് ഫ്ലോർ ഇടുമ്പോഴാണ് എല്ലാതും കൂടെ ഒരു സ്ഥലത്ത് പോയി വീണ് കട്ട പിടിച്ചൊക്കെ കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര മിക്സ് ചെയ്താലും എവിടെയെങ്കിലും അതിങ്ങനെ മിക്സ് ആവാണ്ട് കിടക്കുമ്പോഴാണ് കേക്കിൻ്റെ പല ഭാഗങ്ങളിലും കേക്ക് കല്ലിച്ച് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ക്യാരമലും ഫ്ലോറും കൂടെ മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. എന്നിട്ട് അത് ഫ്ലോർ ഒരുവിധമായിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ, അതായത് ഒരു പകുതി മുക്കാൽ ഭാഗത്തോളമൊക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ക്യാരറ്റും ഡേറ്റ്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ മിക്സിലേക്ക് ഇട്ടിട്ട് ബീറ്റർ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ബീറ്റർ ഒന്ന് ജസ്റ്റ് ഞാൻ ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കൊക്കെ ഒന്ന് ആ ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ ഒന്ന് മൊത്തമായിട്ടൊന്ന് മിക്സായി കിട്ടാനായിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നത് നല്ലതാണ്. അതും ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്യണം, ആകെ ഇട്ടിട്ട് ഇളക്കി മറിക്കരുത്. അപ്പോൾ നമ്മളെ എഗ്ഗ് മുഴുവനായിട്ട് അങ്ങ് താന്നു പോകും. അപ്പോൾ അത് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ക്യാരമലും കൂടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഫ്ലോർ തന്നെ ഇടാനായിട്ട് നോക്കുക, ഏറ്റവും ലാസ്റ്റ് ഫ്ലോർ തന്നെ ഇടുക. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് അരിച്ചെടുക്കണം എന്ന് പറയുന്നത് വെച്ചാൽ ആ പട്ട പൊടിച്ചതിൻ്റെ ഒക്കെ ചെറിയ ഇത്തിരി വലുപ്പമുള്ള തരികളും ഒക്കെ അതിലുണ്ടാവും, അരിപ്പയിലിപ്പോൾ കാണാം അതിലുണ്ടാവും. അപ്പോൾ അത് കേക്കിൽ വീഴാതിരിക്കാൻ അരിച്ചിടുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ. ഫ്ലോർ അരിക്കാനായിട്ട് മറന്നു പോകരുത്. അങ്ങനെ പിന്നെ എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഫൈനലായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ബീറ്ററിൻ്റെ സ്പീഡ് ഫസ്റ്റ് സ്പീഡിൽ തന്നെ വയ്ക്കുക, അല്ലാതെ നല്ല ഹൈ സ്പീഡിൽ വെച്ചിട്ട് ഇത് ഒരിക്കലും മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അതൊക്കെ എടുത്തു മാറ്റി ആ ബ്ലേഡിലുള്ള മിക്സൊക്കെ പാത്രത്തിലേക്ക് മുഴുവനായിട്ട് വീഴ്ത്തുക. കാരണം ഡേറ്റ്സൊക്കെ എന്തായാലും അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ അതിലേക്ക് വീഴ്ത്തി ആ ബ്ലേഡും ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു സ്പാച്ചില വെച്ചിട്ട് ആ സൈഡിലിരിക്കുന്നതൊക്കെ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് സ്പാച്ചില വെച്ച് ലാസ്റ്റ് നമ്മളൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതും ഇങ്ങനെ ആകെ ഇളക്കി മറിക്കരുത്, പതുക്കെ മിക്സ് ചെയ്ത് എടുക്കുക കണ്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്റർ ഉണ്ടാവുക കേട്ടോ. അങ്ങനെ സ്പാച്ചില കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മളെ ക്യാരമൽ സിറപ്പ് ഉണ്ടല്ലോ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ക്യാരമൽ സിറപ്പ് ഉണ്ടല്ലോ അത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാക്കിയിട്ട് എടുത്താൽ മതി. കട്ടിയാക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യലുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുപ്പിയിൽ നിന്ന് വലിയ കപ്പിലേക്ക് ഒഴിച്ച് പിന്നെ സ്പൂണിൽ മെഷർ ചെയ്തിട്ടാണ് ഇട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ നമ്മുടെ കളറിന് ആവശ്യത്തിനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഇതിൻ്റെ മധുരം നമ്മൾ എഗ്ഗിൽ ചേർത്ത പഞ്ചസാര നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര തന്നെ ഫുള്ളായിട്ട് ചേർക്കാം കേട്ടോ. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ മധുരം കുറച്ച് ചെയ്ത കാരണമാണ് 1/2 കപ്പ് പഞ്ചസാരയാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം വേണമെങ്കിൽ അതനുസരിച്ചിട്ട് ഫസ്റ്റ് എഗ്ഗിൽ ഷുഗർ മിക്സ് ചെയ്യുമ്പോൾ 1 കപ്പ് പഞ്ചസാരയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള 8 ഇഞ്ചിൻ്റെ പാനിലാണ് ഇപ്പോൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 4 സൈഡും പേപ്പർ വയ്ക്കാൻ മറക്കരുത്. സ്ക്വയർ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ ഈസി ബട്ടർ പേപ്പർ വയ്ക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചതിന് ശേഷം ആ സ്പാച്ചില വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ സമയത്ത് പൊട്ടിപ്പൊക്കോളും. അധികം ഇത് ടാപ്പ് ചെയ്യാൻ നിൽക്കരുത്, കാരണം ഡേറ്റ്സും ക്യാരറ്റ്സും ഒക്കെ ഏറ്റവും അടിയിലേക്ക് താന്നു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അപ്പോൾ തന്നെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വയ്ക്കുക കേട്ടോ. ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനാണ്.
അപ്പോൾ അതിലേക്ക് കേക്ക് ബാറ്റർ എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊരു പകുതി ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ അത് താന്ന് പോവും. പിന്നെ അത് മാത്രമല്ല കേക്ക് പൊന്തി വരുമ്പോഴേക്കും ഇതൊക്കെ അരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു പകുതി ബേക്കാവുമ്പോൾ ആ ടൈമിൽ ഇത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഫുള്ള് ബേക്കാക്കി എടുക്കുക. അങ്ങനെ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാനും കഴിക്കാനും കേട്ടോ. അപ്പോഴാണ് ആ കേക്കിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ബേക്ക് ചെയ്തെടുത്ത് അന്ന് തന്നെ ചൂടാറി അപ്പം തന്നെ മുറിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. അത് നിങ്ങൾ ചെയ്തിട്ട് നോക്കി നോക്കുക. നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പം കഴിക്കണതും 2 ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴും ടേസ്റ്റിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ കേക്ക് ഞാൻ 30 ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുഞ്ഞു പീസാണ്, അത്ര വലിയ സൈസുള്ള പീസൊന്നുമല്ല. ഒരാൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കാം അത്രയ്ക്കുള്ള കുഞ്ഞു പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ ആ വച്ച ടിന്നിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ അത് വെക്കാൻ പറ്റാണ്ടായപ്പോൾ താഴത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്, നല്ല ടേസ്റ്റിയാണ്. മറക്കരുത് 2 ദിവസം കഴിഞ്ഞിട്ട് വേണം കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക മറക്കരുത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ ഒരു റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത നല്ല അടിപൊളി ഈസി സിമ്പിളായിട്ട് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടും പറയാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.